അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പം വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ ഓർത്തു ചായയൊക്കെ കുടിച്ചു, ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ കളിക്കാനൊക്കെ പോയി, സൈക്കിൾ ഓട്ടാനൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ മദ്രസയിൽ നബിദിനത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, നബിദിനത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറേ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് വൈകുന്നേരമായിട്ടുണ്ട്, ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ 8 മണിയാകുമ്പോഴത്തേക്കിനും എപ്പോഴും ഞാൻ പഠിക്കാനിരിക്കും. അപ്പം ഇന്നെനിക്ക് ട്യൂഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്വയമായിട്ട് 8 മണിക്ക് ട്യൂഷൻ വെച്ചു. അപ്പം ഞാൻ ഓർത്ത് ഞാൻ പിന്നെ പഠിക്കാമെന്ന്. അപ്പം ഞാൻ കാണിച്ചു തരാം ഏത് വിഷയം ഞാൻ പഠിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഗൈസ് പിന്നെ ട്യൂഷനെത്തി പറഞ്ഞായിരുന്നു പഠിക്കണമെന്ന്. അപ്പോൾ അതും കൂടി ആയതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഏത് വിഷയമാണെന്ന് വെച്ചാൽ ബേസിക് സയൻസ് ആണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ബേസിക് സയൻസിൻ്റെ നോട്ടും ടെസ്റ്റുവേ. അപ്പം ഞാൻ ടെസ്റ്റ് ആദ്യം കാണിച്ചു തരാം. ഇതേ ഞാൻ കാണിച്ചു തരാവേ ഗൈസ്. ഒന്നാം ചാപ്റ്റർ ബേസിക് സയൻസിൻ്റെ ഇതാണ്. അപ്പോൾ ഒന്നാം ചാപ്റ്റർ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ഇത് ഒന്നാം ചാപ്റ്ററിൻ്റെ കുറച്ച് അതായത് ആക്ടിവിറ്റീസാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ നോട്ടിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചത് കേട്ടോ, ട്യൂഷനിൽ പോയിരുന്നു, അല്ലാതെ ഇവിടെ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരേൻ്റെ ഉള്ള നോട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ നോട്ടിലെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഹാൻഡ് റൈറ്റിംഗ്. ചില സമയത്ത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര വൃത്തിയാവും, ചില സമയത്ത് വൃത്തികേടാവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഗൈസ്. ഇതപ്പോൾ ഒന്നാം ചാപ്റ്ററിൽ എഴുതിപ്പിച്ച നോട്ട്സാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തന്നിട്ടുണ്ട് ടീച്ചർ. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കൊന്ന് പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാനത് ചെയ്ത് നോക്കുവേ. അപ്പോൾ ഇത് ഇവിടം വരെ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് ചാപ്റ്റർ 2. അപ്പോൾ ഇത് ചാപ്റ്റർ 2 ടെസ്റ്റിൽ ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ ടെസ്റ്റ് പാഠം ഞാൻ കാണിച്ചിട്ട് നോട്ടിലേക്ക് കാണിക്കാൻ ഓർത്തു. അപ്പോൾ ഇതൊക്കെ നല്ല പാടാട്ടോ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് വിഷയം എന്താണെന്ന് വെച്ചാൽ ബേസിക് സയൻസ് ആൻഡ് മാത്സ് ആണ് എൻ്റെ ഫേവറേറ്റ് വിഷയമേ. കാരണം ബേസിക് സയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്, പക്ഷേ നമുക്ക് പഠിക്കാൻ ഇത്തിരി പാടാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ. അപ്പം ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഇത് നോട്ടാണ്, നോട്ടാണ് കാണിക്കുന്നത്, ചാപ്റ്റർ 2ൻ്റെ നോട്ട്. ഇതൊക്കെ തന്നെ ടെസ്റ്റിൽ തന്നെ നോട്ടിലോട്ട് എഴുതാൻ പറയും. നോക്കി 5ാം ക്ലാസ് ആയതുകൊണ്ട്. 4ാം ക്ലാസ്സൊക്കെ ആണെങ്കിൽ ബോർഡ് എഴുതി തരും ഗൈസ്. ഇത് തെറ്റിയോണ്ട് ഞാൻ അങ്ങനെ വെട്ടിയതാണ്. ഇവിടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്, 3 എണ്ണം എഴുതാനായിട്ടുണ്ട്. ഞാൻ നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കാറുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു വരണമെങ്കിൽ പോവാണ്. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ 2ാം ചാപ്റ്റർ. അടുത്ത 3ാം ചാപ്റ്റർ കാണിച്ചു തരാം. 3ാം ചാപ്റ്ററിൽ വാട്ടറിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, 3ാം ചാപ്റ്റർ. ഇപ്പോൾ ഇതൊക്കെ വാട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ലേ. ഇപ്പോൾ ഞാനത് നോട്ടിലും കാണിച്ചു തരാം. 3ാം ചാപ്റ്ററാണ്. 3ാം ചാപ്റ്ററിലെ ആൻസർ നല്ല എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെ ഉണ്ട്. ഇത് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാണ്. ഇതൊക്കെ കണ്ട ഇതെൻ്റെ ബോട്ടിൽ ഹൈസ്. ഇതെൻ്റെ ഫ്രണ്ട് എഴുതി തന്നെയാണ്. അപ്പം ബേസിക് സയൻസിൻ്റെ നോട്ട് എൻ്റെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതെനിക്ക് പഠിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ പോവുകയാണ് ഞാനിപ്പം. അപ്പോൾ ഞാൻ ഓൾറെഡി പഠിച്ചു വെച്ചത് എവിടെ വരെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ എൻ്റെ ട്യൂഷൻ ക്ലാസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതാക്കിയായിരുന്നേ. അപ്പോൾ ഗൈസ് ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്ന് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വർക്കൗട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തുന്ന എൻ്റെ മാത്സിൻ്റെ നോട്ടും ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ ഓർത്തു. മാത്സ് നിങ്ങൾക്കൊന്നും ഒരു കുന്തം മനസ്സിലാകത്തില്ല, അപ്പം ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ മാത്സിൻ്റെ നോട്ടും, ഇത് ടെസ്റ്റും ഇത് നോട്ടുമാണ് എൻ്റെ മാത്സിൻ്റെ. അപ്പോൾ ആദ്യം ഞാൻ ടെസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് മാത്സ്, കോമ്പസ് ഒക്കെ ഉണ്ട്, പാഠങ്ങളാണ്. ഇത്രയും പാഠങ്ങൾ ഞങ്ങൾക്കുള്ളൂ. പരീക്ഷയ്ക്ക് ഇത്രയൊന്നും അല്ല കേട്ടോ. ഇത് ചെറിയ മിഡ് പരീക്ഷയാണ്. മിഡ് പരീക്ഷയ്ക്ക് ഇത്രയൊന്നുമില്ല. അപ്പം ഒരു ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് നോട്ടിലെടുത്ത് കാണിച്ചു തരാവേ. ഇത് ഒരു ചാപ്റ്ററാണ്, ഇവിടെ വരെയാണ് ഒരു ചാപ്റ്റർ. ഇതൊക്കെ വരപ്പിക്കും, അതൊക്കെ എൻ്റെ ബുക്കിനകത്തുണ്ട്. അപ്പം മാത്സിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണവേ, കാണിച്ചു തരാം ഞാൻ. ഇത് ആദ്യം നമ്മളെ കൊണ്ട് 1, 2, 3 എഴുതിപ്പിച്ചതാണ്. ആദ്യത്തെ പേജ് വൃത്തിയാവാനായിട്ടാണ് ഞാൻ അങ്ങനെ ഭയങ്കര വൃത്തിയാക്കി എഴുതിയത്. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങ് വലിയ രസമൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ടൊക്കെ കൊള്ളാം. പിന്നെ ഇത് മറ്റേതൊക്കെ വരച്ചത് കണ്ട. ഇത് ഓരോരോ ദിവസം വെച്ചായിട്ട് വരപ്പിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഞാൻ ചാപ്റ്റർ 2 ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചു തരാം. നമ്മുടെ ചാപ്റ്റർ 2 ആണ്, നമ്പർ വേൾഡ്. ഇതൊരു നമ്പർ വേൾഡാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയായത്.
ദേ അപ്പം ഇതാണ് 2ാം ചാപ്റ്റർ കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ അതിൽ നോട്ടിൽ 2ാം ചാപ്റ്റർ കാണിച്ചു തരാം. ദേ ഹൈലൈറ്ററൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ ഹൈലൈറ്റർ ഉണ്ട്. അപ്പോൾ ഹൈലൈറ്റർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ നോട്ട് ഇത്തിരി കൂടുതലാട്ടോ. നമ്മുടെ മാത്സിൻ്റെ നോട്ട് നല്ല രീതിക്ക് കൂടുതലാണ്. പിന്നെ ചാപ്റ്റർ 2ൻ്റെ നോട്ട് നമ്പർ വേൾഡ് ആയതുകൊണ്ട് പിന്നെ കുറേ ഉണ്ട്. ഇതുണ്ട്, ഇവിടെയൊക്കെ തെറ്റിയിട്ട് ഞാൻ വെട്ടി ചെയ്തതാണ് ഇതൊക്കെ. ഇതുണ്ടാവും ഗൈസ്. ഇതേ അപ്പം ഇത് നല്ല മാത്സ് എനിക്ക് ഈസി ആട്ടെ മാത്സ്. ഇതേ കണ്ട. അപ്പോൾ ഇനി ഞാൻ ചാപ്റ്റർ 3ൻ്റെ ടെസ്റ്റിൽ കണ്ടേ. ചാപ്റ്റർ 3ൻ്റെ ആണ് ഞാൻ ടെസ്റ്റിൽ. ചാപ്റ്റർ 3 ഇത് ഹോംവർക്കൊക്കെ തന്നെയായിരുന്നു. അപ്പം ഞാൻ അവിടെ വരെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നോട്ടിൽ ഇതേ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ടേബിളാണ് കേസ് ടേബിൾ. അപ്പോൾ ഇത് ഞാൻ പോവാത്ത ദിവസമായതുകൊണ്ട് ഇതെനിക്ക് ഉമ്മ എഴുതി തന്നെയാണ്. ഇതുമൊക്കെ ഉമ്മ എഴുതി തന്നെയാണ്. പിന്നെ ഇതും ഉമ്മ എഴുതി തന്നെയാണ്. ഇവിടം വരെ ഇവിടം വരെ ഉമ്മ എഴുതി തന്നെ. ഇത് ഞാൻ എഴുതിയതാണ് ഇതൊക്കെ. പിന്നെ ഇതും ഞാൻ എഴുതി തന്നെ എന്നതാണ്. ഇതും ഞാൻ എഴുതിയതാണ്. അപ്പം എൻ്റെ മാത്സിൻ്റെ നോട്ടും ടെസ്റ്റും അപ്പോൾ ഇത്ര ഉള്ളേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടമായോ എന്ന് പറയണം. അപ്പോൾ ഗൈസ് ഞാനിത് പഠിച്ചതായതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തായിരുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഞാനിനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഞാൻ വരാം കേട്ടോ. അടുത്ത വീഡിയോയിൽ പഠിക്കുന്ന അടുത്ത വീഡിയോയിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരാം. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഞാനപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, മാത്സിൻ്റെയും ബേസിക് സയൻസിൻ്റെയും. ഓക്കെ, അപ്പോൾ നാളെ സ്കൂളുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണവേ. അപ്പോൾ എനിക്ക് നാളെ സ്കൂളില്ല, നാളെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ എനിക്ക് നാളെ സ്കൂളില്ല, കാരണം എൻ്റെ സ്കൂളിൽ ക്യാമ്പ് നടക്കുന്നതുകൊണ്ട് എനിക്കില്ല. അപ്പോൾ എൻ്റെ അനിയത്തിക്കും അനിയനും കസിൻസിനും എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രം നാളെ സ്കൂളില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സ്കൂളുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് എൻ്റെ ചെറിയൊരു പഠിക്കുന്ന വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. പഠിക്കുന്ന വീഡിയോ എന്നല്ല, എന്നെ പഠിക്കുന്നതിൻ്റെ ബുക്കൊക്കെ കാണിക്കുന്നതും എൻ്റെ എത്ര ഇതൊക്കെ ഉണ്ടെന്നും ഉള്ളൊക്കെ വീഡിയോ. അപ്പോൾ എൻ്റെ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം, ഇത് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.